അതെ, മകന്റെ അഭിനയം കണ്ട് ഉമ്മയുടെ എക്സ്പ്രഷൻ നോക്കിയാ നിന്റെ ഇത് വരുമ്പോ. കസിന്റെ വീടാണേ. അപ്പൊ അത് അവിടെ എന്താണ്ട് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ വീട്ടിലിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പഴം ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിക്കാൻ ഏറ്റവും കൊതി തോന്നിയ ഒന്നായിരുന്നു ഈ പഴം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ നാസയുടെ കസിൻസിൻ്റെ വീടാട്ടോ. ഇവരെല്ലാവരും ഇവിടെ അടുത്തടുത്ത് ഇവരുടെയൊക്കെ വീട്. പിന്നെ ഇതാ എൻ്റെയും ഇഷാൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനം നമ്മുടെ കപ്പളങ്ങ, അല്ലെങ്കിൽ ഇവിടെ ഓമയ്ക്ക എന്ന് പറയും കേട്ടോ. എന്തായാലും ഈ പഴം കണ്ടപ്പോൾ എനിക്ക് അതിശയം വന്നു കേട്ടോ. പിന്നെ ഇതാണ്ട് ഇവിടെ ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ട്. ഇരുമ്പമ്പുളിയൊക്കെ കണ്ടിട്ട് കുറേ നാളുകളായിട്ടോ. അതിനകത്ത് കായില്ലെന്ന് തോന്നിട്ടാ. ആണല്ലേ ചേച്ചി. ഇതാ ഗൈസ്, ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ സാധനമാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതിലല്ലേ? ആ, കിട്ടിയിട്ടുണ്ട്. ഇതിന് എന്തുവാ ഇവിടെ പറയുന്നത്? എന്തുവാ? ഞങ്ങളുടെ അവിടെ വേറെന്താ പേരാ പറയുന്നത്. നമുക്ക് നോക്കാൻ കൊള്ളുവന്നേ. അപ്പോൾ ഡോറയും ഷെമിയും ഉമ്മയൊക്കെയാണ് അവിടെ പാചകവും കാര്യങ്ങളും തകർത്തിയായിട്ട് നടക്കുന്ന സമയത്ത് ഞാനും നാസിയും കൂടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങി. ചിക്കൻ മേടിക്കണം, അതുപോലെ തന്നെ പൊരിപ്പ് സാധനങ്ങൾ മേടിക്കണം. ആദ്യം ഞങ്ങളാണെങ്കിൽ പൊരിപ്പ് സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ ചങ്ങമളങ്ങര കടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് മുറിക്ക് വേണ്ടിയിട്ട് നാസിയായിട്ട് ചിക്കൻ മേടിക്കാൻ വന്നിരിക്കുകയാണ്. മുഴുത്ത കോഴിയെ നോക്കി നാസി എടുക്കുക. നാസി ഒരു മുഴുത്ത കോഴിയാണ്. പിന്നെ അതുപോലൊരു മുഴുത്ത കോഴി ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉണ്ട് കോഴിയെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഇതേ കോഴി ഇവിടെ ഉണ്ട്. അടുത്ത കോഴി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഓ, ആ മോന്ത ഒന്നും കൂടെ കാണിച്ചേ. മേടിക്കാൻ വന്നപ്പോൾ കണ്ടൊരു സാധനമാണേ. എൻ്റെ പച്ചമുളക് ഇങ്ങനെ, പച്ചമുളക് മാത്രമല്ല അതുകൊണ്ട് പാൽക്കാന്താരിയും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടോ, ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇത് ആരാണ് നട്ടേന്ന് അറിയാൻ പോയതാ. പാൽക്കാന്താരി കുറേ ഉണ്ട്. ഇടയ്ക്കെല്ലാം നിൽപ്പുണ്ട്. ഓക്കെ, മുളക് മുളച്ചിങ്ങനെ പിടിച്ച് കൊലവലയായിട്ട് കിടക്കുന്നു. കൊതിയോടെ ആശിച്ച് കിട്ടിയതായിരുന്നു ഗൈസ്. പക്ഷെ പണി കിട്ടി. എന്തോ കിളിയാണോ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഈ പക്ഷിപ്പനിയും ഈ വവ്വാലൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനൊരു പേടി ഉണ്ടാ. പക്ഷെ ഇപ്പുറത്തെ വിഷം കണ്ടപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, കൊതിച്ചു. സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. അതാ ഷെമി നമ്മുടെ എന്തായിരുന്നു ഇതിന് പറയുന്നത്? അതല്ല, വൈകുന്നേരത്തെ നോമ്പ് തുറ വിഭവം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ദാണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇന്നെന്താ സ്പെഷ്യൽ ഷെമി? ഒറോട്ടിയും ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മേടിക്കാൻ രണ്ടുപേര് പോയിട്ടുണ്ട്. വരുമ്പം കാണിക്കുന്നതായിരിക്കും അവരെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടേ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ അതാ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒറോട്ടി ഉണ്ടാക്കാനുള്ള പണിയാണ്. എന്തൊക്കെയാണ് നമുക്ക് പോയി നോക്കാം. അപ്പോൾ അതാ ഉമ്മ അതാ ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചല്ലേ? തിളപ്പിച്ച് അതനുസരിച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കാം. അയ്യോ, എന്തൊക്കെയോ മറിഞ്ഞു പോയി. സൂക്ഷിച്ച് കൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ റൊട്ടി. നമ്മുടെ അവിടെ അരിപ്പത്തിരി എന്നാ പറയുക. പണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നിടയ്ക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് വരുമ്പോഴത്തേന് ഞാൻ പറയും എനിക്ക് ഒറോട്ടി മതി. ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ വാപ്പ ഉണ്ടായ സമയത്ത് വാപ്പാനെ കൊണ്ട് ഇച്ചായൻ നാസിക ഹോസ്പിറ്റലായി. ഉമ്മായും വാപ്പയുടെ കൂടെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷെമി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം എനിക്ക് ഷെമി ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അതാ ഉമ്മ ഒറോട്ടിക്കുള്ള മാവ് വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ കേട്ടാ. എല്ലാവർക്കും അറിയാം ചൂടുണ്ട്, സൂക്ഷിക്കണേ. ചെറിയ ചൂടോടെ അയച്ചാൽ അതിനൊരു മയം വരുത്തും. കട്ട പിടിച്ചോണ്ടിരിക്കും. ചെറുതായിട്ട് വച്ചാട് കൈ കൊണ്ടൊന്ന് തൊഴണം. ഈ ചൂട് കഴിഞ്ഞ് മാറാൻ. എന്നിട്ട് തൊട്ടായി
കുഴച്ച് സെറ്റ് നന്നായിട്ട് കുഴലെടുത്താലേ മയം കിട്ടത്തുള്ളൂല്ലേ? നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ തന്നെയല്ലേ? അല്ല അല്ല, ഇടിയപ്പത്തിന് വെള്ളം നമ്മൾ ഇങ്ങോട്ട് തിളപ്പിച്ചൊഴിക്കുക പൊടിക്കകത്തോട്ട്. ഓ അപ്പം ഉമ്മ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിട്ടുണ്ട്. റോട്ടിയുടെ നല്ല രീതിയിൽ ഇത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, എന്നിട്ട് ഇങ്ങനെ എത്ര സൈസിലാണ് വേണ്ട അത്ര സൈസിൽ ഇതാണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കൊച്ചു സൈസ് മതി എന്നുള്ളതുകൊണ്ട് അത് റെഡിയാക്കട്ടെ. അപ്പം നമുക്ക് കാണാവേ. അപ്പോൾ അത് ഷെമിത സവോളയും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ബാക്കി ഇതാക്കിയിട്ടിട്ട് ഷെമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ എടുക്കല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ആ അതെ, മൈക്കില്ല നമുക്ക്, ഉറക്ക വർത്താനം പറയണം കേട്ടാ. ഉമ്മായും ഷെമിയും കൂടെ ഇത് പത്തിരി അത് ഒറോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ഇന്നലെ നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതാ അടുത്തത് റെഡിയാക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രസ്സിൽ സാധാരണ അങ്ങനെ വരലില്ല, പക്ഷെ ഇതിനകത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഷെമിത തട്ടിക്കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊടികളെല്ലാം. അങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ട് കാണാവേ. അപ്പം ഉമ്മ ചുട്ടും പോട്ടെ പരത്തിയെടുത്ത ഒറോട്ട് ദണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷെമിത ഇവിടെ അതിൻ്റെ ഒരു പൊടി തട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. കണ്ട, ദണ്ടേ നല്ല അടിപൊളിയായിട്ട് ദണ്ട് ഉമ്മ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മേടിക്കാൻ പോയ 2 കോഴികൾ വന്നിട്ടുണ്ട്. ദണ്ട വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി വീഡിയോ ഇനി ഇതാ നമ്മുടെ ഒറോട്ടി എല്ലാം ചുട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിനുള്ള കളർ റെഡിയാക്കണ്ടേ? അപ്പോഴിതാ നമ്മുടെ ഒറോട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മായ നമ്മുടെ ഷെമിത ചുട്ടുകൊണ്ടിരിക്കുക കേട്ടാ. ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ചുട്ടുകൊണ്ടിരിക്കുക എന്നല്ല, ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട, ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. വേണ്ടേ, ചുട്ടെടുക്കട്ടെ. അപ്പം നമുക്കിതെല്ലാം ചുട്ടെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഷെമി ദാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് തെന്നിപ്പോതല്ലേ. അപ്പോൾ അതാ ഈ ഒരു ഇതിനകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ? ചൂടുണ്ട്. മേടിച്ചോണ്ട് വന്നല്ലേ 2 പേര്. അപ്പം നമുക്ക് കഴുകി സെറ്റാക്കി എടുക്കാവേ. അപ്പോൾ നമ്മളിതാ ചിക്കൻ ഈത്തപ്പഴം കുരു കളഞ്ഞ് വെക്കാൻ പറഞ്ഞ ഡിഷ് ഉണ്ടാക്കാം. അവൻ തിന്ന് കാണിക്കോ? പിന്നെ തിന്നില്ല. ശരി, തിന്നില്ല. കുരു അതേ കുരുകളല്ല, കുരുവല്ല ഇന്നത്തോളൂ. എന്താ ചെയ്യാനാ? കുരു നിന്ന് ബുദ്ധി കൂടിയാ. എന്തോ ഉണ്ടാക്കുന്നത്? വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോയി. എന്തോടെ ഇതിന്റെ പേര്? എന്തോന്ന്? കൊള്ളിക്കച്ചി. എന്തോ ഒരു പേര്. അവന് പോലും അറിയത്തില്ല അവൻ ഉണ്ടാക്കുന്നത് എന്തുവാന്ന്. ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ പേരൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. സൂം ചെയ്തെന്ന് കാണട്ടെ, സവയ്ക്കുന്നൊക്കെ കിട്ടണ്ടേ? സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. എന്ത് പാടാ നീ കാണിക്കുന്നത്? ഇത് നോക്കിയേ, ഒരു സൈഡ് പൊളിക്കുന്നത്, ഒരു സൈഡ് ചാവച്ചാട്ട് അങ്ങോട്ട് ഇടുന്നത്. പിന്നെ അല്ല, ഞാനും മനുഷ്യനല്ലേ, എത്ര നേരം ഇതിങ്ങനെ പൊളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം കണ്ടില്ല, അശ്വതിയൊക്കെ വേണ്ടി ഇരിക്കുക. എനിക്ക് സംഗതി എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായി കാണിക്കില്ലേ? ആ വൈറൽ സംഗതി തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തോ വയറ് തിന്നോ? ക്യാമറാമാന്റെ പണിയെടുത്താൽ മതി. ഡയലോഗ് ഇടണ്ടേ? വേണ്ട. എന്താ ഡയലോഗ് ഇട്ടാ? ഷെമിത എന്തൊക്കെയോ തിരയുന്നു ഇവിടെ കിടന്ന്. ചിക്കൻ കറി തിളച്ചോണ്ടിരിക്കുന്നു. ജ്യൂസ് ഇവിടെ ഷെമി ആക്കിക്കൊണ്ടിരിക്കുന്നു. കോഴി കുരു കളഞ്ഞോണ്ടിരിക്കുന്നു. മതി ഒത്തില്ല കോഴി. അല്ല, കോഴി കുരു ഇരുന്നിട്ട്
ഇല്ല അശ്വതി. അശ്വതി അതെ തലയെ കുത്തി കിടന്നിച്ചിരിക്കുന്നത്. ഓടി കുരു എന്ന് തുപ്പാൻ ഓടി. കൊറേ നേരമായിട്ട് മുറിക്കുക കേട്ടോ. ഇപ്പോഴാണ് മുറിയുന്നില്ല. ഇവിടെ ഒരാള് കണ്ടേ കൊള്ളി തോലൊക്കെ നന്നായിട്ട് ചെത്തു വെച്ചേ. തൊലിയൊന്നുമില്ല, കഴിച്ചു. അങ്ങനെയൊന്നും പറ്റൂ. നിന്റെ അടുത്ത് പറയുന്ന കൂടി കേട്ടാ മതി. അതെ അതെ. അതാ നീ പറഞ്ഞ പോലെ കേട്ടാ മതില്ല. കൊള്ളിക്കച്ച റെഡി ആക്കി. കൊള്ളി കച്ച് നോമ്പുകാരൻ നിർത്തിക്കൊണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞ് ഞാൻ നോമ്പാരം ഉപയോഗിച്ചൊന്നും തിന്നത്തില്ല. എന്നിട്ട് ഞാൻ ഇന്ന് തിന്നുന്നുണ്ട. അതുകൊണ്ട് ഇവിടെ ഒരാൾ ഇരുന്ന് തിന്നണം. കൊതി കിട്ടോടോ എനിക്കൊക്കെ. എൻ്റെ പാവം ചെറുക്കൻ നിന്ന് ജോലി ചെയ്യുന്നുണ്ടോ. അസുഖ ഇവിടെ ഒരാളെ ഇന്നങ്ങ് നക്കി മേടിക്കും. അപ്പോൾ കൂട്ടുകാരെ, അതേ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിരിപ്പോൾ നോമ്പുറയ്ക്കുള്ള. അതിനു മുമ്പ് ഒരാൾ ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അതെ എഴുന്നേക്ക്, ഉറങ്ങണ്ടേ? അല്ല എഴുന്നേക്ക്, ഫുഡ് കഴിക്കണ്ടേ? ദേ ഷെമിക്ക് ഉറക്കം തൂങ്ങി തൂങ്ങി നിൽക്കുക, ഫുഡ് കഴിച്ചിട്ട് കിടക്കണം. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി ശീലമായില്ലേ? അതിൻ്റെയാ. എഴുന്നേക്ക് 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 എഴുന്നേക്ക്. ആ അപ്പോൾ ഇന്ന് എന്തൊക്കെയാ ഷെമി? ഒരു വിവരണം തന്നെ. എവിടെ ഒറോട്ടി? എവിടെ? ആരെടാ? അവിടെ ഇരിക്കട്ടെ. അരിപ്പത്തിരി, ചിക്കൻ കറി, പള്ളിയിലെ കഞ്ഞി, മുന്തിരി ജ്യൂസ്, ഇത് ഇവര് പോയി വാങ്ങിക്കൊണ്ട് വന്ന മുട്ട ബജ്ജിയും സമൂസയും. ഇത് തന്നെ മത്തങ്ങ. ഇത് ഈത്തപ്പഴം. കൊള്ളിക്കച്ചയോ? ഓറഞ്ച്. ഇത്ര സാധനമാണ്. എല്ലാം കഴിച്ച് വയറാണ്. ഇച്ചിരി ഉറക്കെ. എല്ലാം കൂടി കഴിച്ചിട്ട് വയറാറണം. ആരുടെ വയറെന്ന് അറിയണ്ടേ? എന്റെ വയറ്. നമുക്ക് വേറൊരാളെ കാണാവേ. ഉമ്മ ചായ തന്നു. ഉമ്മയ്ക്ക് പേടിയാ വീഡിയോക്കകത്ത് വരാന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ. മേക്കസിൻ പറയത്തില്ല. ഷെമി നമ്മുടെ ഡോറേനെ എഴുന്നേൽപ്പിക്കുവാണ്. ഷെമി ആരോഗ്യമുണ്ടോ എഴുന്നേൽപ്പിക്കാൻ? ഇത് രണ്ടുപേരും ഞങ്ങളെ വിളിക്കുന്നു. എങ്ങനെ എഴുന്നേക്കുന്നോ? എന്തോ ഷെമി ചോദിക്കുന്നേ? എന്നെ പിടിച്ചോളാം. ഇരുത്തിക്കാൻ പോവായിരുന്നു തോന്നുന്നു. അയ്യോ വേണ്ടമ്മ. പാലും വെള്ളം തത്തമ്മയാണോ കുടിക്കുന്നത്? നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കാണ്. 6:37 ഞാൻ ബാങ്ക് വിളിക്കുന്നതാണ്. ഇന്ന് എത്രന്ന് അറിയത്തില്ല. ബാങ്ക് വിളിക്കുമ്പോ നമുക്കറിയാം. പാലും വെള്ളം ഉമ്മ വിനോദി പാലും വെള്ളം പാലുണ്ണീർ കൂട്ടാ. എന്തോന്ന്? പാലും വെള്ളം കുടിച്ച് പാലുണ്ണീർ കൂട്ടാ. എന്നിട്ട് നിന്റെ മുഖത്താണല്ലേ പാലുണ്ണി ഉള്ളത്? ഉണ്ട്. ദേ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ദേ അവിടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. വേണ്ട. മുറിക്കാൻ വേണ്ടി പോവാണ്.
നോമ്പ് മുറിച്ചവൻ വാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നോമ്പ് മുറിച്ചവൻ. രണ്ട് വാങ്ങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ മലപ്പുറമായി. താങ്ക് യു. ബിനോയ് നോമ്പ് തുടങ്ങി. ഞാൻ എൻ്റെ നോമ്പ് മുറിച്ച്. ഏ അപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. താണ്ടെ നാസി ആദ്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. സമൂസ മുട്ട ബജിയാണ് അതിന് വേണ്ടത്. ഷെമി തുടങ്ങുന്നില്ലേ? ഷെമി എല്ലാരും കാണാതെ ആക്രാന്തം. ഷെമി ചൂരത്തലേക്ക് ഇങ്ങനെ ചമ്രം കൊണ്ടിരിക്കും. ശരിയാ, പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെ ചമ്രം കൂട്ടിയിരിക്കും. ചുമ്മാ ഇവര് പറയുന്നത് മൊത്തം ഇതെല്ലാം കാണാതെ ഒരാൾ അവിടുന്ന് പമ്മി പമ്മി വീഴുന്നുണ്ട്. ഇനി ബിനോയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല. ബിനോയിന് ഇരിക്കാൻ വന്നിട്ട് ആരും കാണുന്നില്ല. അത് ഞാൻ വീഡിയോ എടുക്കത്തില്ല. ഞാനിപ്പുറത്ത് ക്യാമറ എടുക്കും. എന്റെ പൊന്നു ഇടിവെട്ടായിട്ടോ ഈത്തപ്പഴത്തിന് കിട്ടിയത് കേട്ടോ. ഒരു രക്ഷയില്ല. കട്ട് പിടിക്കുന്നില്ലേ? അത് ഞാനാ എടുത്തത്. നിനക്ക് ഞാൻ പണി ആയിരുന്നുണ്ട്. നീ കണ്ട നീ ചെവി നോക്കും. നിനക്ക് ഞാൻ മുട്ടം പണി തന്നിരിക്കും. അപ്പൊ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാവേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് വേഗം ആട്ടറാ മോനെ. ഉമ്മ അപ്പുറത്ത് നിന്നോട്ട് പറയുന്നത് ബിനോയ് വേഗം ആട്ടാ, ബിനോയ് വേഗം ആട്ടത്. വിനോച്ചേട്ടാ ഒന്നും കഴിക്കുന്നില്ല. ഞങ്ങളുടെ ഉമ്മാക്ക് പറയാം ബിനോയ് ഒരു പിടി പിടിക്കുമെന്ന്. കഴിക്കരുത്. ഞാൻ അത്രയ്ക്കൊന്നും കഴിക്കാറില്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആഹാരം ഞാൻ നല്ലോണം കഴിക്കില്ല. എന്തിനാ മറച്ചു വെക്കും നമ്മള്? കാണിച്ചു കാണിച്ചു. എന്നെ കൂടെ കാണുന്നു. ഞാനിങ്ങനെ കാണിക്കുന്നത്. ഗേയ്സ് അങ്ങനെ നോമ്പൂറയൊക്കെ കഴിഞ്ഞാണ്ട് അശ്വതിയൊക്കെ തിന്നിട്ട് ഓടുവാണ്. എന്താ ഇതൊന്നും വേണ്ടേ? വയറ് ഫുള്ളായി അനങ്ങാൻ വയ്യ കേട്ടോ. ഇതൊക്കെ എല്ലാം വിറ്റ് ബിനോയ് ഇതാ എന്ത് വിറ്റിടാ പോലെ. ബിനോയ് ഇരുത്തി അങ്ങ് തീറ്റിച്ച് ബിനോയ്ക്ക് കഴിക്കാൻ കൊടുത്ത് കഞ്ഞിയും കുടിച്ച് ബിനോയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് വണ്ണം കൂടുന്ന നമ്മള് ഫുഡ് കുറച്ചേക്കുവാണല്ലോ. നല്ല രീതിയിൽ ഫുഡ് കുറച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ടേ കൊണ്ടേക്ക്. ഞാൻ ഈ വീഡിയോ ഞാൻ ഇത്രയും ഫുഡ് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പൊ കുറച്ചാളുണ്ട്. ഒത്തിരി കുറച്ചാണല്ലോ ഫുഡ് കഴിക്കുന്നത്. ഇതിനാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് 2 ഗ്ലാസ് ജ്യൂസ്, മുന്തിരി ജ്യൂസ്, 1 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് വെള്ളം, ഒരു 10 നല്ല കനമുള്ള, നീളം കുറവായിരുന്നു, വീതി കുറവാ, പക്ഷെ കനമുള്ള ഒരു 10 ഒറോട്ടി കഴിപ്പിച്ച്. പിന്നെ ഒരു നല്ല വലിയ പീസ്, ഒരു 6-7 പീസ് ഇരിക്കുന്ന വടുവ കോരി വെച്ച് കഴിപ്പിച്ച്. പിന്നെ ഇവളുടെ ഒരു പീസ് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് കഴിച്ച്? ഒരു മുട്ട പപ്സ്, മുട്ട ബജ്ജി, ഒരു സമൂസ, മുട്ട ബജ്ജി, ഒരു സമൂസ. പിന്നെന്ത് കഴിച്ച്? അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴം കഴിച്ചില്ല. അത് കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ വടുവ അന്നേരം പോയിട്ട് ഒരു എനിക്ക് തോന്നുന്നു അണ്ടാവിനകത്ത് മനഃപൂർവ്വം എന്നെ പെടുത്തിയത്. ഒരു ഗ്ലാസ് കഞ്ഞി. നിങ്ങൾ ഇതേണ്ട വയറ് തുള്ളുന്നു കണ്ടോ? തുള്ളുന്നോ? ഞാൻ ഇരുന്ന് കാണിച്ചു. ഡി ജെ ആക്കാൻ പറ്റുമോ? അല്ല അത് പുലിവേഷങ്ങളെക്കാരെ വിളിക്കുന്ന രീതി ഇടാന്നിട്ട് എന്റെ വിരല് ഇത് മീറ്റർ ചളന്ന കേട്ടോ. ഇത്രയും വണ്ണം വെച്ച എന്റെ വയറ്, ഇത്രയും വണ്ണം വെച്ചത് ഉള്ളേ. എനിക്ക് ഇത്രയും വയറില്ലായിരുന്നു. ഓഷധി ഓറഞ്ചും തുണഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ ഗേസ് എല്ലാരും നോമ്പ് തുറന്നിട്ട് ആണ്ട ബിനോയൊക്കെ ഫുഡ് കഴിച്ച് മത്തടിച്ചിരിക്കുക. വയറ് നിറഞ്ഞ് പൊട്ടാറായിരിക്കുക. അശ്വതി കണ്ട ഇവിടുന്ന് ഒരു ലൈറ്റായിട്ട് ഓറഞ്ച് ഉണഞ്ഞോണ്ടിരിക്കുകയാണ്. നീ ഇവിടുന്ന് ശാസ്താമോട്ട ഒരു 20 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം. 23 കിലോമീറ്റർ കുറച്ച് പറഞ്ഞു. ശരിയാണെങ്കിൽ ഒന്നും തിന്നാതിരിക്കുക. തിന്ന് ഇങ്ങനെ കിളിക്കുഞ്ഞ് തിന്നുന്ന പോലെ 2 ഒറോട്ടി കഴിച്ചാണ് ശരി. 2 ഒറോട്ടി കഴിച്ചു.
2 പൊറോട്ട കഴിച്ചില്ല. കഴിച്ചില്ല. അതുപോലെ തന്നെ ചിക്കൻ പീസിന് പകരം എല്ലെടുത്തിട്ട് ഊറിക്കൊണ്ടിരിക്കുവായിരുന്നു. എല്ലാം ഞാൻ ജ്യൂസ് കുടിച്ചില്ല. അല്ല അവർക്ക് കുടുംബക്കാരായിട്ട് എല്ലാം ഇഷ്ടം കേട്ടോ. പൊതുവെ കഷ്ണം ഇഷ്ടമല്ല. അതുപോലെ ജ്യൂസ് കുടിച്ചില്ല, ചായ കുടിച്ചില്ല, കഞ്ഞി കുടിച്ചില്ല. ഓറഞ്ച് കഴിച്ചില്ല. അശ്വതി കഞ്ഞി കുടിച്ചില്ലല്ലോ. കുടിച്ചോളൂ. വേറെ ക്ലാസ് കൊടുക്കണ്ട. അത് കുടിച്ചില്ല, ചുമ്മാതെ നോക്ക്. ഞാൻ ഇങ്ങോട്ട് വരാം. ആഹാ, അശ്വതി കഞ്ഞി കുടിച്ചില്ല കേട്ടോ. എന്റെ വേറെ നടന്നില്ല. പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഓറഞ്ച് തിന്നോണ്ടിരിക്കുകയാണ് ലൈറ്റായിട്ട്. ബിനുവിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വയറിറങ്ങിട്ട് ഞാൻ നടന്നിട്ട് പിന്നെ കുഴഞ്ഞിരുന്നേ. അപ്പൊ ഗേസ്, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും കൂട്ടുകാരെ ബൈ. ബൈ. ഷെമി ബായ് കാണിച്ചില്ലെന്ന്. ബൈ. കാണിച്ചു. എല്ലാവരും ബൈ. അശ്വതി ബൈ. ഓ, ഓർമ്മ